ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മൾ സയൻസ് തീരുവാണ് 5ാം ക്ലാസ്സിലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോഷ്യൽ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്റർ ജന്തുജാലങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട ജീവികളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുഞ്ഞു കുഞ്ഞു ജീവികളെ പഠിച്ചിട്ട് വലിയ വലിയ ജീവികളിലേക്ക് എത്തുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ ഈ ഒരു കുട്ടി മാങ്ങ കഴിക്കുന്ന സമയത്ത് അതിൽ പുഴുവിനെ കണ്ടു. സ്വാഭാവികം അല്ലേ? അപ്പം ഈ പുഴു എങ്ങനെയാണ് ഇതിനകത്ത് വന്നത് എന്നൊക്കെയാണ് കുട്ടീൻ്റെ സംശയം. അപ്പോൾ എങ്ങനെയാണ് പുഴുക്കൾ ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്? ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞിട്ടാണ് പുഴു ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഈച്ച അല്ലെങ്കിൽ ഇവിടെ കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ കുറേ ചിത്രങ്ങൾ കൊടുത്തതിൽ ഇതാണ് പൂമ്പാറ്റ. പൂമ്പാറ്റയുടെ നിന്നാണ് ഈ പുഴു ഉണ്ടായിരിക്കുന്നത്. ഈച്ചയുടെ മുട്ടയിൽ നിന്നാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ ഉണ്ടാവുന്നത്. പിന്നെ വണ്ട്, അതേപോലെ തന്നെ തേനീച്ച, ഇതേപോലെയുള്ളതിൻ്റെയൊക്കെ കുഞ്ഞു മുട്ടകളിൽ നിന്നാണ്, മുട്ട വിരിഞ്ഞിട്ടാണ് പുഴു ഉണ്ടാകുന്നത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തൂ. അപ്പോൾ ഇവിടെ താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതാണ് ആൻഡ് ലയൺ ലേസ് വിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മുട്ടയിൽ നിന്നാണ് ആരുണ്ടാവുന്നത്? നമ്മുടെ കുഴിയാന. അപ്പോൾ ഈ ഒരു പ്രാണിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത്. അതിൻ്റെ മുട്ടയിൽ നിന്നാണ് കുഴിയാന ഉണ്ടാവുന്നത്. ആ കുഴിയാനേൻ്റെ രൂപം കണ്ടാൽ നമുക്ക് മനസ്സിലാവോ ഇതേപോലെയുള്ളൊരു പ്രാണിയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന്? ഇല്ലല്ലേ? അതേപോലെ പൂമ്പാറ്റയുടെ ലാർവയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്, പുഴുവിനെ കണ്ടിട്ടുണ്ട്, നേരത്തെ ചിത്രത്തിൽ കണ്ടില്ലേ? ഈ പുഴുവിൻ്റെ അകത്ത് നിന്നാണ് നമ്മുടെ പൂമ്പാറ്റ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? അപ്പോൾ അത് എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് താഴേക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ എന്താ കണ്ടത്? അതിൻ്റെ ലാർവയാണ് കുഴിയാന. പിന്നെ അടുത്ത സ്റ്റേജിൽ അത് പ്യൂപ്പയായിട്ട് മാറുന്നു. പിന്നെ വീണ്ടും നമ്മുടെ ആ ഒരു പ്രാണിയായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനയ്ക്ക് അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ കുഴിയാനയ്ക്ക് പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. അതിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലയൺ ലേസ് വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് ഏത്? കുഴിയാന. പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് ഈ കുഴിയാനകൾ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായിട്ട് മാറുന്നു. ഈ കുഴിയാനയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? പ്യൂപ്പയായിട്ട് മാറുന്നത്. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രാണി ഉണ്ടാകുന്നത്. എന്തായിരുന്നു അതിൻ്റെ പേര്? ആൻഡ് ലയൺ ലേസ് വിങ്. അപ്പോൾ ആൻഡ് ലയൺ എന്നാണ് നമ്മൾ കുഴിയാനയ്ക്ക് മറ്റൊരു പേരുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ അതിന് ചിറകൊക്കെ മുളച്ചത് ആൻഡ് ലയൺ ലേസ് വിങ് ആയിട്ട് മാറുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, അതിൻ്റെ ലാർവയാണ് എന്ത്? കുഴിയാന. കുഴിയാനയ്ക്ക് രൂപാന്തരം സംഭവിച്ചിട്ട് അത് പ്യൂപ്പയായിട്ട് മാറുന്നു. പിന്നീട് നമ്മുടെ പ്രാണിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പണ്ട് കുട്ടിക്കാലത്തൊക്കെ, ഇന്ന് കുട്ടികൾക്ക് കുഴിയാനെ കണ്ടിട്ടുണ്ടോ അറിയുമെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ കാണിച്ചു കൊടുക്കുക. നമ്മളൊക്കെ എപ്പോഴും നോക്കിയിരുന്നിട്ടുണ്ടാവും മണൽത്തരികളുടെ ഇടയിൽ കുഴിയാൻ ഇങ്ങനെ ബാക്കടിച്ച് വരുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ കയ്യിലൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇനി രൂപാന്തരണം. എന്താണ് രൂപാന്തരണം എന്ന് പഠിക്കാം. അപ്പം നമുക്ക് മനസ്സിലായി കുഴിയാനയ്ക്ക് അതിൻ്റെ മാതൃജീവിയുമായിട്ട് യാതൊരുവിധ സാമ്യതയുമില്ല. അത് രൂപാന്തരം പ്രാപിച്ചിട്ടാണ് അങ്ങനെ ആവുന്നത്. അപ്പോൾ എന്താണ് ഈ രൂപാന്തരണം എന്ന് നമുക്ക് നോക്കാം. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകില്ല. എക്സാമ്പിൾ പറയണ്ടല്ലോ. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നു. ഈ മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രൂപാന്തരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാറ്റക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് നോക്കിക്കേ. പാറ്റ പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റയാണിത്. അതിൻ്റെ മുട്ട വിരിഞ്ഞിട്ട് നിംഫ്, പിന്നീട് അത് പാറ്റയായിട്ട് മാറുന്നു. അപ്പം നിംഫ് എന്നാണ് എന്തിനെ വിളിക്കുന്നത്? ഈ പാറ്റക്കുഞ്ഞുങ്ങൾ വിളിക്കുന്നത്. ഓക്കെ, നിംഫ് എന്നാണ് അതിനെ വിളിക്കുന്നത് കേട്ടോ. നിംഫ് വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് പൂർണ്ണ വളർച്ചയെത്തിയ നമ്മുടെ പാറ്റയായിട്ട് മാറുന്നു. ഇതിനിടെ പലതവണ അതിൻ്റെ പുറം ചട്ട അത് പൊഴിച്ച് കളയുന്നുണ്ട്. ഓക്കെ,
ഇനി എന്താ പറയുന്നത്? പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റു സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നു. അതിനാൽ ഇവ പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. അത്തരത്തിലൊരു മാർഗമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചില ഇനം കീടങ്ങളെ അകറ്റും എന്ന്. ഇതാ ഇവിടെ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പുഴുക്കൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പ്രാണികളുടെ മുട്ടയിൽ നിന്നാണ് പുഴു ഉണ്ടാവുന്നത്. അതിന് പിന്നെ രൂപാന്തരണം സംഭവിച്ചിട്ടാണ് അത് നമ്മുടെ മാതൃജീവിയായിട്ട് മാറുന്നത്. അതിൽ വ്യത്യസ്തത പുലർത്തുന്നതാണ് നേരത്തെ കണ്ട കുഴിയാനയും പിന്നെ നമ്മൾ പാറ്റയുടെ നിംഫൊക്കെ കണ്ടു അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ചില പുഴുക്കൾ നമുക്ക് എന്താണ് നമ്മളെ വിളകളെയൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ കീടബാധ കുറയ്ക്കാം. അപ്പോൾ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്ത് മാർഗമാണ് ഇവർ സ്വീകരിക്കുന്നത്? ഇടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ അത് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. കർഷക കുടുംബമാണെന്ന് തോന്നുന്നു. അപ്പം ഒരുപാട് മാർഗങ്ങൾ ഇതുപോലെ നിലവിലുണ്ട് അല്ലേ? അപ്പം നമുക്ക് എന്തൊക്കെ ജീവികളാണ്, എന്തൊക്കെ കീടങ്ങളാണ് നമ്മളെ കാർഷിക വിളയെ നശിപ്പിക്കുന്നതെന്ന് നോക്കി നോക്കാം. ഓക്കെ, അതിനൊരു ഉദാഹരണം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. തണ്ടുതുരപ്പൻ പുഴു കേട്ടിട്ടുണ്ടാവുമല്ലോ. അതേപോലെ വേറെയും ഉണ്ട് കുറേ സാധനങ്ങൾ. കുറച്ചെണ്ണം ഞാനിവിടെ എഴുതാം. ഇലതീനിപ്പുഴു കേട്ടിട്ടുണ്ടോ? ഇലതീനിപ്പുഴു, പിന്നെ ഇല ചുരുട്ടിപ്പുഴു, പിന്നെ ചെള്ള് കേട്ടിട്ടുണ്ടാവുമല്ലോ. ചെള്ള്, ഇല ചുരുട്ടിപ്പുഴു എന്ന് ഞാൻ എഴുതുന്നില്ല കേട്ടോ. ചെള്ള്, പിന്നെ കായീച്ച, അത് ഈ പഴങ്ങളെയൊക്കെ ബാധിക്കുന്നതാണ് കേട്ടോ. കായീച്ച, അതേപോലെ തന്നെ ഇലപ്പേന് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഇതൊക്കെ ഓരോ കീടങ്ങളുടെ പേരാണ്. പിന്നെ വെള്ളീച്ച ഉണ്ട്. അതേപോലെ കുറേ സാധനങ്ങൾ, മുഞ്ഞ, ചാഴി, ചെള്ള്, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇതൊക്കെ തന്നെയാണ് എന്ത്? കായ്തുരപ്പൻ പുഴു ഞാൻ പറഞ്ഞോ? അങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. തണ്ടുതുരപ്പൻ പോലെ തന്നെ കായ്തുരപ്പൻ പുഴു എന്ന് പറഞ്ഞിട്ടൊരു പുഴു കൂടി ഉണ്ട്. ഇതൊക്കെ എന്താണ്? കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ചെറിയ പുഴു വിഭാഗത്തിലൊക്കെ പെട്ട കുറേ സാധനങ്ങളാണ്. അപ്പം താഴെ എന്തിനാണ് ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ കൊടുത്തിരിക്കുന്നതെന്ന് അറിയാവോ? അതായത് നമ്മൾ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങളും അതിൽ ഇടാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധവ്യഞ്ജനങ്ങൾ ആക്കുന്നത്. അപ്പം ഇത് ഉണ്ടാവുന്ന ചെടിയിലെ ആ ചെടി ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ ഉണ്ടാകും. അതാണ് സുഗന്ധവ്യഞ്ജനങ്ങളാക്കി മാറ്റുന്നത് ഈ ഒരു സംഭവത്തിനെ. എന്താണോ അതിനെ സുഗന്ധവ്യഞ്ജനമാക്കി മാറ്റുന്നത് ആ രാസവസ്തുക്കളാണ്. അതുകൊണ്ടാണ് ഈ സുഗന്ധവ്യഞ്ജനങ്ങളെ നമ്മൾ കീടങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിലൊക്കെ ഇട്ട് വെക്കുന്നത്? ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ഇട്ട് വെക്കുന്നത്. ഓക്കെ, കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏലം, കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട. ഓക്കെ, ഇതൊക്കെയാണ് സുഗന്ധവ്യഞ്ജനങ്ങളിൽ വരുന്നത് കേട്ടോ. ഇനി അപ്പോൾ പുഴുക്കൾ ഉപദ്രവകാരികൾ ഇവിടെ പോയി പുഴുക്കൾ ഉപദ്രവകാരികൾ മാത്രമാണോ? അവ പറയുന്നത് നോക്കൂ. അപ്പം നമ്മൾ പറഞ്ഞു പുഴുക്കളെ കൊണ്ടുള്ള ഉപദ്രവം ദോഷകരമായിട്ട് എങ്ങനെയാണ് അവ ബാധിക്കുന്നത് നമ്മൾ പറഞ്ഞു. കുറേ പുഴുക്കളുടെ പേരൊക്കെ പറഞ്ഞു ഞാൻ. അപ്പോൾ ഇതിനൊക്കെ നിയന്ത്രിക്കാൻ പല മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അതിലൊന്ന് ഈ ടെക്സ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ജൈവ കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കാം. വേപ്പെണ്ണ എമൽഷൻ, പുകയില കഷായം, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി പഴങ്ങളൊക്കെ ഇപ്പോൾ കായീച്ച പറഞ്ഞില്ലേ, അപ്പോൾ കായീച്ചയൊക്കെ പഴങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന സമയത്ത് പഴങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ കവറ് കൊണ്ട് മൂടുക, അങ്ങനെ അതിനെ സംരക്ഷിക്കുക. പിന്നെ തുളസിക്കെണി, ശർക്കരക്കെണി, അങ്ങനെ ഓരോ കെണികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കുക. ഇതൊക്കെ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഓക്കെ, ഇനി പുഴുക്കൾ എപ്പോഴും ഉപദ്രവകാരികൾ മാത്രമാണോ? അല്ല. അതെന്തൊക്കെയാ? പുഴു അതിൻ്റെ രോദനം ഇവിടെ പറയുന്നുണ്ട്. ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്. നമ്മൾ ആഹാര ശൃംഖലയൊക്കെ പഠിക്കാറുണ്ട്. അപ്പം നമുക്കറിയാം പുഴുവിൻ്റെ ഒക്കെ പ്രാധാന്യം എന്താണെന്ന് അല്ലേ? ഇനി ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. ഇനി രണ്ടാമതെന്താ പറയുന്നത്? ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളെയും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നു. അയ്യോ പാവങ്ങൾ, ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു. അപ്പോൾ എന്താണ്? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പല
ജീവികളും ഇതിനെ ഭക്ഷണമാക്കുന്നുണ്ട്. രണ്ടാമത് എന്താ പറയുന്നത്, വൃത്തിയാക്കുന്നുണ്ട്. എങ്ങനെയാ, ഈ ജീർണിച്ച അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ജൈവാവശിഷ്ടങ്ങളൊക്കെ ഭക്ഷിക്കുന്നുണ്ട് ഈ പുഴുക്കൾ. പിന്നെയോ പരാഗണം നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. എങ്ങനെയാ പരാഗണം നടത്താൻ സഹായിക്കുക, ഇപ്പം ഈ പുഴുവിൽ നിന്ന് എന്തുണ്ടാവും, പൂമ്പാറ്റ ഉണ്ടാവും, വണ്ട് ഉണ്ടാവും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലേ. ഇതൊക്കെ എന്തിനു സഹായിക്കുന്നുണ്ട്, പരാഗണം നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പുഴുക്കൾ ചില്ലറക്കാരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ചെറു പ്രാണികൾ ഭക്ഷണത്തിന്. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ യൂട്യൂബിൽ വീഡിയോസിലൊക്കെ കാണാറില്ലേ, ഈ പുഴുവിനെ വണ്ടിനെയൊക്കെ ഓരോരുത്തർ ഭക്ഷിക്കുന്നതൊക്കെ നമുക്ക് കാണാം അല്ലേ. അപ്പം തുടങ്ങിയ ഉപയോഗിക്കാറുണ്ട്. മാംസ്യം എന്തൊക്കെയാണ്, ജീവകങ്ങൾ തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. കുറഞ്ഞ ചെലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിൽ ഉണ്ട്. ഇപ്പം മനസ്സിലായോ എന്തിനാണ് ഇവരിത് കഴിക്കുന്നതെന്ന്? കുറഞ്ഞ ചെലവിൽ നമുക്കിതൊക്കെ കിട്ടുകയാണ്. മാംസ്യം, ജീവകങ്ങളൊക്കെ ഇതിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് അവരതിനെ ഭക്ഷണമാക്കുന്നത്. നമ്മളെപ്പോഴും ഈ റെഡ് മീറ്റും കാര്യങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് പ്രിയം. പക്ഷെ അങ്ങനെയല്ല, ഇത് കഴിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ആരോഗ്യത്തിന് നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് പറ്റുന്ന ആഹാരങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ജീവിതശൈലിയിൽ കൊണ്ടുവരിക. ഇന്ന് ഏറ്റവും കൂടുതലുള്ളതാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത്. വ്യായാമമില്ലാത്തതൊരു കാരണമാണ്, നല്ല ആഹാരങ്ങൾ കഴിക്കാത്തതൊരു കാരണമാണ്, ഈ ജങ്ക് ഫുഡ്, എപ്പോഴും പാക്കറ്റ് ഫുഡുകൾ ഇതൊക്കെ കഴിക്കുന്നതൊക്കെ ഈ രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ടെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് പ്രാണികളുടെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പുഴുക്കളെ പറഞ്ഞു. ഈ പുഴുക്കൾ ഉണ്ടാകുന്നത് പ്രാണികൾ മുട്ട വിരിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. ഈ പുഴുക്കളിൽ നിന്നാണ് പ്രാണി ഉണ്ടാവുന്നത് നമുക്കറിയാം. രൂപാന്തരണമൊക്കെ നമ്മൾ പറയുണ്ടായി. പുഴുക്കളുടെ ദോഷങ്ങളും അവയുടെ ഗുണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് പ്രാണികളിലേക്ക് പോവാം. അപ്പം പ്രാണി കുടുംബത്തിലെ ഒരു വിഭാഗമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ പൂമ്പാറ്റകൾ അഥവാ ചിത്രശലഭങ്ങൾ. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന എത്ര ചിത്രശലഭങ്ങളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? എന്തിൻ്റെങ്കിലും പേര് നിങ്ങൾക്കറിയോ? എനിക്ക് ആക്ച്വലി ഈ ചിത്രശലഭങ്ങളുടെ പേരൊന്നും അറിയണ്ടായിരുന്നില്ല. ഈ വരയൻ കടുവ ഇതാണ്. അതിനെന്തുകൊണ്ട് ആ പേര് വന്നതെന്ന് നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ. വരയൻ കടുവ. വിലാസിനി ഏതാണെന്നറിയാവോ? ഇതാണ് വിലാസിനി കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എന്തുകൊണ്ടാണ് വിലാസിനി എന്നുള്ള പേര് വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി ഇതിൻ്റെ പേരാണ് മഞ്ഞപ്പാപ്പാത്തി. സോറി, ഇവിടെ എഴുതട്ടെ. മഞ്ഞപ്പാപ്പാത്തി. ഏതിൻ്റെ പേരാണ്? ഇതിൻ്റെ പേരാണ് മഞ്ഞപ്പാപ്പാത്തി. ഇനി ഇതാണ് ബുദ്ധമയൂരി. ഓക്കെ. ഇനി ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെ പേരാണ് ഗരുഡശലഭം. എനിക്ക് കിട്ടിയ അറിവുകൾ വെച്ചാണ് ഞാൻ എഴുതുന്നത്. ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. തെറ്റുകൾ നമ്മൾ പഠിക്കാൻ പാടില്ലല്ലോ. ഇനി ഇതിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേര് എനിക്ക് കിട്ടിയിട്ടുള്ളത് കരിയില ശലഭം എന്നാണ് അല്ലേ. ഒരു കരിയില പോലെ ഉണ്ടല്ലേ, അതിനിടയിലൊന്നും നിന്നാൽ കാണലുണ്ടാവില്ല. കരിയില ശലഭം എന്നാണ് അതിൻ്റെ പേര് കിട്ടിയത്. ഇതൊക്കെയാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള പൂമ്പാറ്റകളുടെ പേരുകൾ വന്നിരിക്കുന്നത്. ഇനി ചില ശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. അപ്പോൾ ഓരോ ശലഭങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിൻ്റെ പേരുകളും അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ശലഭപ്പുഴുക്കളുടെ ഭക്ഷണം ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില ശലഭങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ചില പ്രത്യേക സസ്യങ്ങളാണ് ചില ശലഭങ്ങൾ ഭക്ഷണമാക്കുന്നതും അതേപോലെ മുട്ടയിടാൻ വേണ്ടിയിട്ട് തേടി നടക്കുന്നതൊക്കെ. അപ്പോൾ അതിൽപ്പെട്ടതാണ് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തത്. നാരകശലഭം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരകത്തെ ബാധിക്കുന്ന കീടമായിരിക്കും ഇതിൻ്റെ പുഴുക്കളെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാരകശലഭം എന്ന് പറയുന്നത്. അതിനെ ബാധിക്കുന്ന കീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഭക്ഷണമാക്കുന്നത് ഇതിൻ്റെ പുഴുക്കളായിരിക്കും. അതുകൊണ്ട് നാരകശലഭം. അതേപോലെ അരളിശലഭം. എന്തുകൊണ്ട് പേര് വന്നു എന്ന് ഇനി പറയണ്ടല്ലോ. വെള്ളിലത്തോഴി, വെള്ളിലച്ചെടി അറിയില്ലേ, അത്. എരുക്കുതപ്പിയും ഇത് തന്നെ. എരുക്കിൻ്റെ ഇലയാണ് അതിൻ്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതിനൊക്കെ പേര് വന്നിരിക്കുന്നത് കേട്ടോ.
ഇനി ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ഈ 2 തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭ ഉദ്യാനം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാം ബട്ടർഫ്ലൈ പാർക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? പല സൂവിൻ്റെ ഭാഗമായിട്ട് ഇതുണ്ട്, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടും ഈ ബട്ടർഫ്ലൈ പാർക്കുകളുണ്ട്. കോഴിക്കോടുണ്ട്, പക്ഷെ ഞാൻ പോയിട്ടില്ല കേട്ടോ. പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഒരു പ്രത്യേക ടൈമിലാണ്, ചില സമയത്തൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച്. എന്തായാലും അവിടെ ഒന്ന് കാണാൻ പറ്റിയാൽ കാണണം, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയാൽ കുട്ടികളെ കൊണ്ടുപോയിട്ട് കാണിക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ട ചെടികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അത് വളർത്തിയാൽ ഈ ശലഭങ്ങൾ വരുന്നതായിരിക്കും. അതിൻ്റെ ലാർവയ്ക്ക് ഭക്ഷണമാക്കാനുള്ളതും അതേപോലെ തന്നെ ഇത് ശലഭമായി കഴിഞ്ഞാൽ അതിന് തേൻ കുടിക്കാനുള്ള ചെടികളും അവിടെ ഉണ്ടായിരിക്കണം. നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. രസമല്ലേ? എൻ്റെ വീട്ടിൽ ഒരുപാട് ശലഭങ്ങൾ വരാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്. വലിയ പൂന്തോട്ടമൊന്നുമല്ല, എന്നാലും പല ശലഭങ്ങളെ കാണാറുണ്ട്. ഇനി വേറൊരു വിഭാഗമാണ് നിശാശലഭങ്ങൾ അഥവാ മോത്ത് എന്ന് പറയുന്നത്. ഈ ശലഭങ്ങളെ പേര് പോലെ തന്നെ രാത്രിയിലായിരിക്കും കാണപ്പെടുക. രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകാറില്ല. രാത്രിയല്ലേ, അത് ഇതിന് വലിയ ഭംഗിയൊന്നുമില്ല, കാണുമ്പോൾ തന്നെ വലിയ ഭംഗിയൊന്നുമില്ല അല്ലേ? ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശനികളാണ് ഉള്ളത്. ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂല് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി ഒരു തരം ശലഭമാണ് വെങ്കണനീലി. അതെന്താ സംഭവം എന്ന് നോക്കി നോക്കാം. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് ഈ വെങ്കണനീലി. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഓക്കെ, എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകൾ നിശാശലഭങ്ങളുടേത് ആണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിശാശലഭ കുടുംബം കേട്ടോ. വെങ്കണമരത്തിൻ്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. വെങ്കണമരത്തിൻ്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് വെങ്കണനീലി എന്ന പേര് വന്നത്. ഇനി ചെറുജീവികളുടെ ലോകം. നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെല്ലാം ചെറുജീവികളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? ഓക്കെ, നോക്കി നോക്കൂ. ഒരുപാട് ജീവികൾ. അപ്പോൾ നമ്മൾ പുഴു, പിന്നെ പൂമ്പാറ്റ, അതായത് പ്രാണി വിഭാഗം പറഞ്ഞു. ഇനി നമ്മളിതാ കുറച്ചും കൂടി അപ്പുറത്തേക്ക് കടക്കുകയാണ്. ഉറുമ്പുണ്ട്, വണ്ട്, തേനീച്ച, തേള്, തുമ്പി, പഴുതാര, ചിലന്തി, ഇതെന്താ ചെള്ളാണോ? അങ്ങനെ കുറേ ജീവികളെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എത്ര തരം എല്ലാ ഉറുമ്പുകളും, ഒരു ഉറുമ്പുകളെ പറ്റിയാണേ പറയുന്നത്. കുറച്ച് ഉറുമ്പുകളെ പേരുകളൊക്കെ എഴുതാൻ പറയുന്നുണ്ട്. എന്തൊക്കെ ഉറുമ്പുകളെ പേര് നിങ്ങൾക്കറിയാം? ഇഷ്യൂ പോയല്ലോ, വേറെ കളറാക്കണം. ചോണനുറുമ്പ്, പിന്നെയോ നീറുണ്ട്, പിന്നെ തേനുറുമ്പ്. എനിക്കറിയുന്ന കുറച്ച് ഉറുമ്പിൻ്റെ പേരാണേ. തേനുറുമ്പ്, മരയുറുമ്പ് കേട്ടിട്ടുണ്ടോ? ഉറുമ്പിൻ്റെ പേരെഴുതാൻ ചോദിച്ചാലേ നമുക്ക് അറിയുന്നൊക്കെ എഴുതി വെക്കാമല്ലോ. കട്ടുറുമ്പ്, അതറിയാലോ, കട്ടുറുമ്പിന് കല്യാണം അറിയാലോ. പിന്നെയോ കടിയനുറുമ്പ്. ഇതൊക്കെ കുറച്ച് ഉറുമ്പുകളുടെ പേരാട്ടോ. കടിയനുറുമ്പ് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഉറുമ്പ് വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ഉറുമ്പുകളുടെ പേരാണ്. ഇനി സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. നമ്മളെപ്പോഴും അവരെ കൂട്ടം കൂട്ടായിട്ടല്ലേ കാണുക? അതെ, മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകളെ ഒരു കൂട്ടത്തിൽ കാണാം. അപ്പോൾ ചിലതിൽ നമ്മൾ കേട്ടിട്ടില്ലേ, തേനീച്ചയിലൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ ജീവികൾക്കും ഓരോ ധർമ്മമായിരിക്കും അല്ലേ? ഇത് ഭക്ഷണം കൊണ്ടുവരിക, തേന്, അങ്ങനെ എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല. അപ്പം അതേപോലെ തന്നെ ഈ ഉറുമ്പ് കൂട്ടങ്ങളിലും ഓരോ ധർമ്മങ്ങൾ ഉള്ള ഉറുമ്പ് വിഭാഗങ്ങൾ ഉണ്ട്. അപ്പം ചിറകുള്ള ഉറുമ്പുകൾ, അതെന്താ സംഭവം? ഇതിന് ഒരു കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചിറക് മുളച്ചിട്ടാണ് അത് വരുന്നത്. ചില കാർട്ടൂണുകളിലൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പൂപ്പിയോ അങ്ങനെ ഏതോ ഒരു കാർട്ടൂണിൽ ഇതൊക്കെ വല്ല വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ചെതലിനെ പറ്റിയും ഉറുമ്പിനെ പറ്റിയും തേനീച്ചേനെ കുറിച്ചൊക്കെ. എനിക്ക് അത്ഭുതം തോന്നി, എത്ര രസമായിട്ടാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. വെറുതെ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അതിൽ പല ജീവികളെ പറ്റിയും പറയുന്നുണ്ട്. ഈനാമ്പേച്ചീനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ മരംകൊത്തീനെ പറ്റി പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ജീവികളെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ ചിറകുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച്
പുറത്തു വരുന്നു. ഓക്കെ, ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ചിറകുള്ള ഉറുമ്പുകളെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഉറുമ്പുകളെ നിരീക്ഷിക്കാം. ഉറുമ്പുകളെ നിരീക്ഷിക്കുമ്പോൾ അതിൻ്റെ നിറം, വലുപ്പം, വാസസ്ഥലം, ആഹാര സമ്പാദന രീതി, സഞ്ചാരം ഇതൊക്കെ നിരീക്ഷിക്കാൻ സാധിക്കും. ഇനി സമൂഹമായി ജീവിക്കുന്ന മറ്റേതെല്ലാം ചെറുജീവികളെ നിങ്ങൾക്കറിയാം? അപ്പോൾ ഈ സമൂഹമായി ജീവിക്കുമ്പോൾ അതിലൊന്നാണ് പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞ ഉറുമ്പ്. പിന്നെ ചിതൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, പിന്നെ തേനീച്ചയൊക്കെ നമുക്ക് പറയാമല്ലേ, ഇതൊക്കെ സമൂഹമായിട്ട് ജീവിക്കുന്നതാണ്. തേനീച്ച, കടന്നൽ പോലെയുള്ളതൊക്കെ എന്താണ്, സമൂഹമായിട്ട് ജീവിക്കാറുണ്ട്. ഇനി പ്രാണികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് ഏതിലേക്കാണ് പോകുന്നത്? മത്സ്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? പുഴു, പിന്നെ പ്രാണികൾ, ഉറുമ്പുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മത്സ്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ. ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള അനുകൂലനങ്ങൾ നമുക്കറിയാം. മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലെ മത്സ്യങ്ങൾ മുട്ടയിടുന്നത് ഏതെല്ലാം മാസങ്ങളിലാണ്? കേരള തീരങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് എന്തിനാ? നമുക്ക് മനസ്സിലായി, ആ സമയത്താണ് മത്സ്യങ്ങളുടെ പ്രജനന കാലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ട്രോളിംഗ് നിരോധനം കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, ചില സസ്യങ്ങളായിപ്പോയി ഞാൻ പറഞ്ഞത്. മത്സ്യങ്ങൾ അവയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് മുട്ട വിരിക്കുന്നു. അതിനൊരു ഉദാഹരണമാണ് സ്രാവ് കേട്ടോ. ഇനി ഊത്തക്കയറ്റം, അതെന്താ സംഭവം എന്ന് നോക്കാം. ജൂൺ മാസത്തിൽ നമ്മൾ പറഞ്ഞു പ്രജനനകാലം. ആ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായിട്ട് എങ്ങോട്ടൊക്കെ പോവും? കൈത്തോടുകൾ, വയലുകൾ, ചെറു തടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് നമ്മൾ ഊത്തക്കയറ്റം എന്ന് പറയുന്നത്. എന്താണ് ഊത്തക്കയറ്റം? മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കും. അതുകൊണ്ടാണ് ആ സമയത്ത് മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഈ സമയത്തെ മീൻ പിടുത്തം നിയമവിരുദ്ധമാണ്. ഓക്കെ, ഇവിടെ 2 ജീവികൾ കൊടുത്തിട്ടുണ്ട്, മുഷിയും മത്തിയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഷി എവിടെയാണ് കാണപ്പെടുന്നത്? കേരളത്തിലെ ജലാശയങ്ങളിലാണ് കൂടുതലായിട്ട് മുഷി കാണപ്പെടുന്നത്. ആഫ്രിക്കൻ മുഷീനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ഏതൊരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. മത്തി ആണെങ്കിൽ ഒരു കടൽ മത്സ്യമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഉഭയജീവികളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കഴിയുന്ന മീനിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഉഭയജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താ കുട്ടികൾ പറയുന്നത്? വാൽമാക്രികളെ കണ്ടിട്ട് എന്തൊക്കെയോ പറയാം കേട്ടോ. ഓക്കെ, വാൽമാക്രി എന്താണെന്ന് അറിയാലോ? തവളയുടേതാണ് വാൽമാക്രി എന്ന് പറയുന്നത്. ഓക്കെ, എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടാണ് വാൽമാക്രി പൂർണ്ണ വളർച്ചയെത്തിയ തവളയായിട്ട് മാറുന്നതെന്ന് ഈ ചിത്രം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി താഴെ കൊടുത്തിട്ടുണ്ട് തവള എന്തൊക്കെയാണ് പറയുന്നത്? ജീവിത ചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. വളർച്ചയെത്തിയ ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്നു. ഞങ്ങളെ എന്താണ് വിളിക്കുന്നത്? ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ നട്ടലുള്ളവയാണ്, പിന്നെ അല്ല. അപ്പം ഈ തവള എന്താണ്? ഒരു ഉഭയജീവി വിഭാഗത്തിൽ പെടുന്നതാണ്. ഉഭയജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഉഭയജീവികൾ. ഓക്കെ, ഇനി സിസിലിയനുകൾ, ഇതെന്താ സാധനം? കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് ഈ സിസിലിയനുകൾ എന്ന് പറയുന്നത്. പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു. അങ്ങനെ പറ, അതാണ് നമുക്കറിയുന്ന പേരിലെ കുരുടികൾ. കണ്ണുകൾ സുതാര്യമായ തൊക്കുകൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇതിനെ കാണുമ്പോൾ തന്നെ എന്തോ പോലെയായി കുരുടീനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഉഭയജീവി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പുഴു പറഞ്ഞു, പ്രാണി പറഞ്ഞു, ഉറുമ്പ് പറഞ്ഞു, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ തവള, അതായത് ഉഭയജീവി പറഞ്ഞു, മത്സ്യങ്ങൾ പറഞ്ഞു. ഇനിയാണ് മക്കളെ ഉരകങ്ങൾ അഥവാ റെപ്റ്റൈൽസ്. ഞങ്ങളെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണ്. നോക്കിക്കേ, പാമ്പ്, പല്ലി, ഇതെന്തേന്ന് അരണ, ആമ, മുതല, ഓന്ത്, ഇതൊക്കെ ഉരക വിഭാഗത്തിൽ പെടുന്നതാണ്. ഉരകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതകളിൽ വരുന്നതാണ് എന്ത്? മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്നെ എന്താണ്? നട്ടലുള്ള ജീവികളാണ്. അത് നമ്മൾ നേരത്തെ ഉഭയജീവി കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഗ വിഭാഗമാണ് ഉരകങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നട്ടലുള്ള ജീവിവർഗമാണ്
ഉരഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതയാണ് കട്ടിയേറിയ ചർമ്മം ഉണ്ടാവുക എന്നുള്ളത്. കട്ടിയേറിയ ചർമ്മമായിരിക്കും നമുക്ക് അധികവും കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ ഉരഗങ്ങളുടെ പ്രത്യേകതയാണ് കേട്ടോ. ഇനി പാമ്പുകൾ ആ വിഭാഗത്തിൽ പെടുന്നതാണ്. അയ്യോ, പാമ്പിനെ കൊല്ലാൻ ഓടുന്നുണ്ട്. ഉരഗവർഗത്തിൽപ്പെട്ട ജീവികളാണ് ഏത്? പാമ്പുകൾ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ കേട്ടോ. അതൊക്കെ ചിലപ്പം PSC റിലേറ്റഡ് ആയിട്ടും ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന കുറച്ച് പാമ്പുകളുടെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. പാമ്പുകളുടെ പേര് നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ? അണലി, ശംഖുവരയൻ, പിന്നെ ഏതൊക്കെ പാമ്പിനെ അറിയാം? നമ്മുടെ മൂർഖൻ, പിന്നെ പെരുമ്പാമ്പ്. ഇതൊക്കെ എന്താണ്? നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കുറച്ചു പാമ്പുകളുടെ പേരുകളാണ്. ഇനി അടുത്തത് എന്താണ്? എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ? ഇല്ല അല്ലേ. ആകെ നമ്മൾ കാണുന്ന 4-5 വിഭാഗം പാമ്പുകൾക്കേ വിഷമുള്ളൂ. വിഷമില്ലാത്ത പാമ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാവൻ, ചേര, പിന്നെ നമുക്ക് ആരെ എഴുതാം? നീർക്കോലിനെ എഴുതാം അല്ലേ? നീർക്കോലി തന്നെ കുറേ ടൈപ്പ് നീർക്കോലി ഉണ്ട്, അതിനൊന്നും വിഷമില്ല. പിന്നെ പച്ചിലപ്പാമ്പിന് വിഷമില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ ഈ പാമ്പുകളെ കുറിച്ചൊന്നും. പച്ചിലപ്പാമ്പ് ഇതൊക്കെ എന്താണ്? വിഷമില്ലാത്ത പാമ്പുകളിൽ വരുന്നതാണ്. ഇനി വിഷപ്പാമ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മൂർഖൻ. അതിൻ്റെ പ്രത്യേകതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വികസിപ്പിക്കാവുന്ന പത്തിയും അതിൻ്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ 2 വളയങ്ങളും, ഇതാണ്ട് കണ്ടില്ലേ, കഴുത്തിനു താഴെ കുറുകയായി വീതിയുള്ള 2 വളയങ്ങളും കാണപ്പെടുന്നതാണ് മൂർഖൻ. ഈ നമ്മൾ വാവ സുരേഷിൻ്റെ ചാനലല്ല പരിപാടി കണ്ട അതിലെല്ലാ തരം അതിഥികളെ അദ്ദേഹം പരിചയപ്പെടുത്തി തരും. ഇനി രാജവെമ്പാല. പത്തിയിൽ തെളിഞ്ഞു കാണുന്നതാ ഇങ്ങനെ ഒരു അടയാളം കണ്ടില്ലേ? 5 മീറ്റർ വരെ ഇതിന് നീളമുണ്ടാവും. രാജവെമ്പാല, അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? രാജവെമ്പാലയെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന, എൻ്റെ അമ്മേ. ശരീരത്തിൻ്റെ മുൻഭാഗത്ത് എന്താണ്? വളയങ്ങൾ കാണപ്പെടും. വാലിന് നല്ല കറുപ്പുണ്ടാവും. അധികം ഈ മലയോര പ്രദേശങ്ങളിൽ, ഈ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് അദ്ദേഹം ഇതിനെ പിടികൂടുന്നത്, കാണാറ്. ഇനി ശംഖുവരയൻ. എന്താണ് ശംഖുവരയൻ? ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകൾ കാണപ്പെടുന്ന കറുത്തിരുണ്ട നിറത്തിലുള്ളതാണ് ശംഖുവരയൻ. പിന്നെ അണലി. ത്രികോണാകൃതിയിലുള്ള വലിയ തലയാണ് അണലിക്കുണ്ടാവുക. ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ കാണപ്പെടുന്നുണ്ട്. ഇനി കടൽപ്പാമ്പ് അഥവാ വലകടിയൻ. എന്താണ്? വാല് പരന്നതും തുഴയുടെ ആകൃതിയിലുമാണ് ഉള്ളത്. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൽ നമ്മൾ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷപ്പാമ്പുകൾ എന്ന് പറയുന്നത്. കൂടുതൽ പാമ്പുകളും എന്താണ്? വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്ക് വിഷം ഉള്ളൂ. ഉരഗ വിഭാഗത്തിൽ പെടുന്നതാണ് പാമ്പുകൾ കേട്ടോ. ഇനി പാമ്പ് കടിയേറ്റാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? അത് ഇമ്പോർട്ടൻ്റ് ആണ്. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത്. ഓക്കെ, പിന്നെ സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് പാമ്പ് കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ പക്ഷികളിലേക്ക് കടക്കാൻ പോവാണ്. പക്ഷികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതിൻ്റെ തൂവലുകൾ, കൊക്ക്, കാല്, ഇതൊക്കെ അതിൻ്റെ സവിശേഷതകളാണ് അല്ലേ. അപ്പം അതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ്, നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാലിൻ്റെ പ്രത്യേകതകൾ എല്ലാത്തിൻ്റെയും വ്യത്യസ്തത ഉണ്ടാകും. പിന്നെ കൊക്കിൻ്റെ പ്രത്യേകത നോക്കുക, ആഹാരത്തിൽ വ്യത്യാസം ഉണ്ടാകും, വലുപ്പം, പക്ഷിയുടെ നിറം, തൂവലുകളുടെ പ്രത്യേകത, കൂടുണ്ടാക്കുന്നത് എല്ലാം ശ്രദ്ധിക്കാം. അതാണ് പക്ഷി നിരീക്ഷണത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ട ചില കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി സസ്തനികളിലേക്ക് പോവാം. സസ്തനികൾ പൊതുവായ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതാണ് ഇവർ ചോദിക്കുന്നത്. ഇതൊക്കെ ഈ ചിത്രത്തിൽ കൊടുത്തതൊക്കെ സസ്തനികളാണ്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? നട്ടല് നമുക്ക് എഴുതാം അല്ലേ. നട്ടല് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എല്ലാത്തിലും പറയുന്നുണ്ട്. പിന്നെ ഇവയ്ക്കൊക്കെ പാലുൽപാദന ഗ്രന്ഥികൾ ഉണ്ടാവും. പാലുൽപാദന ഇവിടെ കുറച്ച് പോയിന്റ് ഉണ്ട്. ചെവിക്കുടയുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് പാലുൽപാദന ഗ്രന്ഥികൾ. പാലുൽപാദന ഗ്രന്ഥികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെയോ, പിന്നെ രോമമുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്? സസ്തനികളുടെ പ്രത്യേകതയാണ്. നട്ടെല്ലും നമുക്ക് എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. അപ്പം ഉരഗങ്ങൾ എന്താണെന്നറിയാം? മുട്ടയിടുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഉരഗങ്ങളുടേത് എവിടെയാണ് പറഞ്ഞത്? ഉരഗങ്ങൾ ഓർക്കുന്നില്ലേ?
മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുന്നവയാണ് ഉരഗങ്ങൾ. ഞാൻ പറഞ്ഞിരുന്നോ എന്ന് എനിക്കൊരു സംശയം. ഓക്കെ, പിന്നെ നമ്മൾ എങ്ങോട്ടെത്തി? സസ്തനികളുടെ പ്രത്യേകത എന്താണ്? പഠിച്ചു വയ്ക്കുക. പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനി വിഭാഗത്തിൽ പെടുന്നത്. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇവരും സസ്തനികൾ തന്നെയാട്ടോ. തിമിംഗലം, ഡോൾഫിൻ, വവ്വാല്, നീർനായ ഇതൊക്കെ സസ്തനി വിഭാഗത്തിൽ പെടുന്നതാണ്. ഇനി സസ്തനികളെ നമ്മൾ വളർത്തുമൃഗങ്ങൾ ആയിട്ട് വളർത്താറുണ്ട്, ചില സസ്തനികളെ. അത് ഏതൊക്കെയാണ്? നായ, മുയൽ, പൂച്ച, പശു, ഇതൊക്കെ നമ്മൾ വളർത്തുമൃഗങ്ങളാണല്ലോ. അതെന്തിനാണ് നമ്മൾ ഇവയെ വളർത്തുന്നത്? ഒന്ന്, നമുക്ക് മാംസത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നു. പിന്നെ പാല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നു. പിന്നെ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നു. അങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ വിസർജ്യങ്ങളിലെ ആട്ടിൻ കാട്ടം, പശുവിൻ്റെ ചാണകം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ വളർത്തുന്നുണ്ട്. ഓക്കെ, ഇനി വളർത്തുമൃഗങ്ങൾ ഉപകാരികളാണെങ്കിലും അവയിൽ നിന്ന് മനുഷ്യർക്ക് രോഗങ്ങൾ പകരാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇത് പേവിഷബാധ എന്ന് പറയുന്നത്. പിന്നെയോ ബ്രൂസെല്ലോസിസ് എന്ന് പറഞ്ഞൊരു രോഗാവസ്ഥയുണ്ട് കേട്ടോ. അതും ഇങ്ങനെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമാണ്. അപ്പോൾ എന്തൊക്കെയോ മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വളർത്തുമൃഗങ്ങൾക്ക് വാക്സിൻ എടുക്കുക എന്നുള്ളത്. പിന്നെ ഇവയുടെ രോമങ്ങളൊക്കെ ഇങ്ങനെ പൊഴിയുന്നവയാണല്ലോ, അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വളർത്തുമൃഗങ്ങൾ, ഈ നായയൊക്കെ ആണെങ്കിലും പൂച്ചയാണെങ്കിലും അധികവും വീടിനുള്ളിലാണ് അധികവും കാണാറില്ലേ. കൂട്ടിൽ വളർത്തുന്നവയുണ്ടെങ്കിൽ പോലും ചിലർ വീട്ടിനുള്ളിൽ തന്നെയാണ് ഇതിനൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ അത് നമ്മളിരിക്കുന്ന സോഫയിലും തീന്മേശയിലും ഒക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, രോമങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് വെട്ടിയും നഖങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി ഇവയെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഈ രോമങ്ങൾ വീഴുന്ന സ്ഥലങ്ങളാണെങ്കിൽ വാക്യൂം ക്ലീനറൊക്കെ ഉപയോഗിച്ചിട്ട് അത് വൃത്തിയാക്കുക. കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് നട്ടെല്ലുണ്ട്. ഓക്കെ, ഇനി അന്യം നിൽക്കുന്ന ജീവികൾ എന്താണ്? ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട്. അതിൽ അതിശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങൾ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ളവയല്ല. അതായത് പല ജീവികളും ഇന്ന് കാണുന്നില്ല, വംശനാശം നേരിട്ടിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ കടന്നുകയറ്റമാണ് അല്ലേ. മനുഷ്യർ എല്ലാ മേഖലയിലും കടന്നു കയറാണ്. അതുകൊണ്ട് തന്നെ അതാണൊരു കാരണം. അത് കൂടാതെ മനുഷ്യ നിയന്ത്രണത്തിൽ വരാത്തതാണ് ഇത് അതിശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം എന്നൊക്കെ. എന്നാൽ ജീവികളുടെ വംശനാശത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ആവാസ വ്യവസ്ഥയുടെ നാശം, അതിൽ നമുക്ക് പ്രധാന പങ്കുണ്ട്. മനുഷ്യൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ഇങ്ങനെ ജീവികളുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കുന്നത്? കാട് നശിപ്പിക്കുന്നത്, വയലുകൾ നശിപ്പിക്കുന്നത്, പിന്നെ ഇതൊക്കെ തന്നെ, കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, അത് ശ്രദ്ധിക്കാതെ ഇരിക്കുക, ഇതൊക്കെ തന്നെയാണ് മനുഷ്യൻ്റെ പ്രധാന പങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് കുട്ടികളിലേക്ക് നമ്മൾ എത്തിക്കേണ്ട ഒരു പോയിൻ്റാണ് കേട്ടോ. ഓക്കെ, വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ജീവികളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. കടുവ, ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചിയൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് കേട്ടോ. ഇനി ജീവികളും അന്ധവിശ്വാസങ്ങളും. ഈ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് പല ജീവികളുടെയും വംശനാശത്തിന് തന്നെ കാരണമാകുന്നത്. ഇതിനെയൊക്കെ പിടിച്ചോണ്ട് പോകൂലേ, വെള്ളിമൂങ്ങ, ഇരുതല മൂരി, നക്ഷത്രയാമ, സർപ്പം, ഇതിനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പല അന്ധവിശ്വാസങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ ജീവികളെക്കുറിച്ച് തെറ്റായ പല ധാരണകളും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സാമ്പത്തിക ചൂഷണം, ജീവികളുടെ വംശനാശമൊക്കെ ഉണ്ടാവാൻ കാരണം ഇത്തരത്തിലുള്ള നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് അറിയാം, സോറി. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് സോഷ്യൽ പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ, താങ്ക് യു.